ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്നലെ ഉപ്പച്ചി 2 പൈനാപ്പിൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ജ്യൂസ് അടിക്കാമെന്ന്. അപ്പോൾ ഗൈസ്, ഈ ജഗ്ഗും ഗ്ലാസ്സും ഞങ്ങൾ കൈ കിട്ടിയിട്ട് 4-5 വർഷമായിട്ടുണ്ടായിരുന്നു. നമുക്ക് ഹൗസ് വാമിങ്ങിന് ഒരാൾ ഗിഫ്റ്റ് തന്നതാണ്. നമ്മുടെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് 4-5 വർഷമായിട്ടുണ്ട്. ഗൈസ്, എനിക്ക് ഇവിടെ ഈ ജഗ്ഗിനും ഗ്ലാസ്സിന് വലിയ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇത്ര കാലം എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിന് വേണ്ടിയിട്ട് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എടുക്കാമെന്ന്. അപ്പോൾ ഗൈസ്, അതിന് ശേഷം ഞാൻ പൈനാപ്പിളിൻ്റെ തൊലി ചെത്താണ്. എനിക്ക് പൈനാപ്പിളിൻ്റെ തൊലി ചെത്തി തന്നത് ഉമ്മച്ചിയാണ്. എനിക്ക് ചെത്താൻ അറിയുണ്ടായിരുന്നില്ല. അതിന് ശേഷം ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തു. അതിന് ശേഷം ഞാൻ ഒരു ജാറിലോട്ട് ഇട്ടു. വലിയ ജാറിലോട്ടാണുള്ളത്. ഞാൻ പകുതിയാണ് ഇടുന്നുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പകുതി ഇടുന്നത്. അതിന് ശേഷം 4-5 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, 1 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്, നല്ലപോലെ അരച്ചെടുക്കുക. ഗൈസ്, ഞാനിവിടെ പൈനാപ്പിൾ കുറച്ച് പുളി ഉണ്ടായിരുന്നു. അതാണ് ഞാൻ മധുരം കുറച്ച് കൂട്ടിയിട്ടത്. ഗൈസ്, ഇതിന് നിങ്ങളുടെ അളവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. അതിന് ശേഷം ഞാൻ ജഗ്ഗിലോട്ട് പൈനാപ്പിളിൻ്റെ ജ്യൂസ് അരച്ചിട്ട് ഒഴിക്കുകയാണ്. നിങ്ങൾ ഒന്ന് അരിച്ചിട്ടോ ഗൈസ്, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ തരികളൊക്കെ ഉണ്ടാവും. അതിന് ശേഷം ഞാൻ ഗ്ലാസ്സിലോട്ട് മാറ്റുകയാണ്. ഗൈസ്, 2 പൈനാപ്പിൾ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കട്ട് ചെയ്തിട്ട് ഇതിലിടാമെന്ന് ഗൈസ്. അപ്പോൾ കുറച്ച് കട്ട് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് ഞാൻ പൈനാപ്പിൾ ജ്യൂസിലോട്ട് ഇട്ടു. ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്.